ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ ബാലനോട് ധർമ്മൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. താൻ ഇതുവരെയും കണ്ട ധർമ്മനല്ല തനിക്ക് മുന്നിൽ നിൽക്കുന്നതെന്ന് ബാലനും ബോധ്യപ്പെടുക. കണക്ക് പറഞ്ഞാൽ ചിലപ്പം ലക്ഷങ്ങൾ ഇങ്ങോട്ടായിരിക്കും തരേണ്ടത് എന്ന് ധർമ്മൻ പറയാ. ധർമ്മൻ പറഞ്ഞ ആ വാക്ക് കേട്ട് ബാലൻ ഞെട്ടിത്തെറിച്ച് നിൽക്കുക. ബാലൻ മാത്രമല്ല, ദേവമംഗലത്തുള്ള എല്ലാവരും. ഇതേ സമയം നമ്മുടെ അച്യുതന് ഇതൊക്കെ കേട്ട് വളരെ സന്തോഷമാവാണ്. അച്യുതൻ ധർമ്മന്റെ അടുത്തേക്ക് വരിക. നീ പറയുന്നത് നേരാടാ, കുറെ കാലം അടിമപ്പണി ചെയ്തിട്ടുള്ളതല്ലേ നീ. ആ കാശൊക്കെ എന്തെങ്കിലും നീ ചോദിച്ചു കഴിഞ്ഞാലേ അവർക്ക് തിരിച്ചു തരേണ്ടി വരും. അതോർത്തിട്ടാവും ഗോമതി സ്റ്റോർ ബാലൻ ഇപ്പം ഇങ്ങനൊരു കള്ളം ഉണ്ടാക്കി നിന്നെ പുറത്താക്കിയത്. അതിനെല്ലാവരും ഒത്താശ ചെയ്ത് കൊടുക്കുകയും ചെയ്തു എന്ന് പറയാം. അപ്പം അച്യുതനും കൂടി അതിൽ പോയി ഇടപെടുന്ന കാണുന്ന അനന്തൻ അച്യുതൻ്റെ അടുത്തേക്ക് വരിക. അച്യുത, നീ ഇങ്ങോട്ട് വന്നേ, അവർ സംസാരിക്കല്ലേ, ധർമ്മൻ സംസാരിച്ച് തീർക്കട്ടെ, ഇതിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് അച്യുതനെയും കൂട്ടിക്കൊണ്ട് പോവാ. അപ്പം കൃഷ്ണമംഗലത്ത് നിന്ന് എല്ലാവരും ഇത് കാണുന്നുണ്ട്, ദേവമംഗലത്തുള്ളവരും ഉണ്ട്. പെട്ടെന്ന് ഗോമതി കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുകയാണെന്ന് കാണുമ്പം നമ്മുടെ ധർമ്മൻ്റെ മുന്നിൽ നിന്നിട്ട് കൈകൂപ്പും. മോനെ ധർമ്മ, ഞാൻ നിന്നോട് കൈകൂപ്പി മാപ്പ് പറയാടാ, നീ തിരിച്ചു വാടാ എന്ന് പറയാ. അപ്പം ചേച്ചി തൻ്റെ മുന്നിൽ കൈകൂപ്പുന്ന കാണുമ്പം ധർമ്മൻ്റെ മനസ്സൊന്ന് ഇടറുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഭാവം മാറ്റിക്കൊണ്ട് പറയും, വേണ്ട, എന്നോട് ആരും ക്ഷമയൊന്നും പറയണ്ട, അല്ലെങ്കിൽ തന്നെ എല്ലാവരും കൂടി ചേർന്ന് കള്ളനാക്കി വെച്ചിരിക്കുകയാണല്ലോ, ഇനി ഒരു കള്ളനോട് മാപ്പ് പറഞ്ഞെന്ന് ഓർത്ത് പിന്നീട് ദുഃഖിക്കേണ്ട എന്ന് പറയാം. അപ്പം കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാന്ന് കാണുന്ന അനു ഇറങ്ങി ധർമ്മൻ്റെ അടുത്തേക്ക് ചെല്ലാം. മാമ, പിന്നീട് സംസാരിക്കാം, പ്രശ്നം കൂടുതൽ രൂക്ഷമാവേ ഉള്ളൂ, വേണ്ട മോളെ, മോൾ ഇതിൽ ഇടപെടണ്ട, മോള് പോയി അവിടെ നിൽക്കാൻ നോക്കിക്കേ, ഇത് ഞാൻ മാത്രം പറഞ്ഞു തീർക്കേണ്ട കാര്യമാ എന്ന് പറയാം. എന്നിട്ട് പറയും, ഇനി ദേവമംഗലത്ത് നിന്ന് ആരും ധർമ്മൻ്റെ ക്ഷേമം അന്വേഷിച്ച് ഇങ്ങോട്ട് വരണ്ട, ഈ കൃഷ്ണമംഗലമാണ് എൻ്റെ വീട്, എൻ്റെ ഏട്ടന്മാരും ഏടത്തിമാരും എൻ്റെ അമ്മയും ഇവിടെ ഉള്ളവരും മാത്രമാണ് ഇനി എൻ്റെ ബന്ധുക്കൾ, അല്ലാതെ നിങ്ങളാരും ഇനി എൻ്റെ ആരുമല്ല എന്ന് തീർത്തു പറയാണ്. ഇനി ആരും എന്നോട് മിണ്ടാനും അങ്ങോട്ട് വരികയും വേണ്ട, എനിക്ക് നിങ്ങൾ ആരുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഇത് കേൾക്കുന്ന ഗോമതിക്ക് സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ധർമ്മനാണ് തിരിച്ച് കൃഷ്ണമംഗലത്തേക്ക് കയറി പോകാൻ തുടങ്ങുക. പെട്ടെന്ന് നമ്മുടെ ആര്യം പിന്നിൽ നിന്ന് വിളിക്കുക, മാമൻ ഇത് എന്തൊക്കെയാണ് ഈ പറഞ്ഞിട്ട് പോകുന്നത് എന്ന് ചോദിക്കുക. അങ്ങനെ അറുത്തു മുറിച്ച് കളയാൻ പറ്റുന്ന ബന്ധമാണോ ഞങ്ങളുമായിട്ടുള്ളത്? വേണ്ടടാ, നീ എന്നെ ഇനി മാമാന്ന് വിളിക്കണ്ട. അല്ല, ഒട്ടും താമസിക്കാതെ തന്നെ ഗോമതി സ്റ്റോറിൽ നിന്ന് പൈസ കട്ടത് ഞാനാണെന്ന് നാടാകെ പരക്കും. അപ്പം എന്നെ മാമൻ വിളിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്കും കൂടി അത് നാണക്കേടാകും. എന്തൊക്കെയാ മാമ ഈ പറയുന്നത് എന്ന് ആരും ചോദിക്കാം. ആര്യ, ആകാശ, ഇനി മാമ എന്ന് വിളിച്ചുകൊണ്ട് എന്നെ പിന്നാലെ നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞിട്ട് ധർമ്മൻ കയറി പോവുക. അപ്പം ഇത് കാണുന്ന അച്യുതന് ഒരുപാട് സന്തോഷമാവുക. അച്യുതൻ ഓടിപ്പോയി ധർമ്മനെ കെട്ടിപ്പിടിക്കും. ഇപ്പോഴാടാ നീ എൻ്റെ അനിയനായത്. ആ ഗോമതി സ്റ്റോറിൽ നിന്ന് നീ നിന്റെ ജീവിതം നശിപ്പിക്കുമെന്ന് ഞാൻ കരുതിയത്. ബാലൻ്റെ അടിമയായിരുന്നല്ലോ നീ. എൻ്റെ അനിയൻ ആ ബാലൻ്റെ അടിമയായി ജീവിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. ഇപ്പം നീ കുറുക്കി കൊള്ളുന്ന മറുപടിയാ ബാലനും ഗോമതിക്കും കൊടുത്തത് എന്ന് പറയാം. ഇങ്ങനെ തന്നെ നീ മുന്നോട്ട് നീക്കണം. ദേ, എൻ്റെ അനിയനായിട്ട് നീ എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തുക. അപ്പം ഇതെല്ലാം കണ്ടും കേട്ടും അലോകനും ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. നിന്റെ അച്ഛൻ്റെയൊക്കെ തനി സ്വഭാവം ഇപ്പം കണ്ടോടി എന്ന് ചോദിക്കാൻ കേട്ടോ അനുശ്രീയോട്. അപ്പം അനുശ്രീക്കാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്നറിയാതെ വേദനിച്ച് സങ്കടപ്പെട്ട് നിൽക്കുക. അപ്പം അച്യുതനാണെങ്കിൽ ധർമ്മനോട് പറയാം, നിന്റെ സ്ഥാനത്ത് ഞാനോ ഏട്ടനോ ആണെങ്കിൽ പോലും ദേ ഇത്രയും അങ്ങോട്ട് പൊളിച്ചെടുക്കാൻ സാധിക്കില്ല. നീ മിടുക്കനാടാ. ബാലനും ഗോമതിയും അവരുടെ ആ കോമാളി കൂട്ടങ്ങളും ഒക്കെ വെളറി വെളുത്ത് നിൽക്കുന്നത് ഒരു കാഴ്ചയായിരുന്നു. മനോഹരമായ കാഴ്ച എന്ന് പറയാം. അപ്പം ഇതൊക്കെ കേട്ട് രാജശ്രീക്കും ഒരുപാട് സന്തോഷമാവുക. അനു മാത്രം കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരുടെയും തൊലി നീ ഉരിച്ചെടുത്തു. ഇങ്ങനെ തന്നെ വേണമെടാ. നീ എൻ്റെ അനിയൻ തന്നെ ആടാ. വാലാട്ടി നിന്നവൻ ചാടിക്കടിക്കുമെന്ന് ബാലൻ വിചാരിച്ചില്ല. സൂപ്പറടാ, സൂപ്പർ. നീ എൻ്റെ അനിയനന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു. നിന്റെ പ്രകടനം കണ്ണും മനസ്സും നിറച്ച ഒരു കാഴ്ചയായിരുന്നു. അല്ലേ അമ്മേ, അല്ലേ ഏട്ടാ? രാജശ്രീ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കാം. അപ്പം രാജശ്രീ പറയും, അതെ അതെ എന്ന് പറയാണ് കേട്ടോ. അനു ആണെങ്കിൽ കൃഷ്ണമംഗലത്ത് ആരോ നിൽക്കുന്ന പോലെ നിൽക്കുക, എന്ത് ചെയ്യണമെന്നറിയാതെ. ഇതുപോലൊരു പ്രകടനം ഞാൻ ചില സിനിമയെ മാത്രമേ കണ്ടിട്ടുള്ളൂ. രോമാഞ്ചം. നന്ദിനിയടത്തെയും സുകന്യയും അമ്പലത്തിൽ പോകാൻ കണ്ടൊരു സമയമേ. അവർക്കിതൊന്നും കാണാനുള്ള വിധിയില്ല. അത് അവർക്ക് അമ്പലത്തിൽ പോകാൻ തോന്നിയത്. എടാ, നിന്റെ സങ്കടം നീ പറഞ്ഞു തീർത്തില്ലേ? ഇനി ഞങ്ങളുടെ ഉഴവ, ഞങ്ങളുടെ ദേഷ്യം
കൊടുത്തു തീർക്കാൻ പോവാ. നീ കണ്ടോ, ഞങ്ങളെ അനിയന്മാർക്ക് വേണ്ടി ഈ ഏട്ടന്മാര് എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്ന് എന്ന് പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ധർമ്മം പറയും, ഏട്ടാ ഞാൻ പറഞ്ഞില്ലേ ഇത് എൻ്റെ മാത്രം കാര്യമാ, ഇതിൽ നിങ്ങൾ ആരും ഇടപെടണ്ട, ഞാൻ നോക്കിക്കോളാം. ദേ നിങ്ങൾ ഇടപെട്ട് ഇതൊരു കുടുംബ വഴക്കാക്കണ്ട എന്ന് ധർമ്മൻ തീർത്ത് പറയാണ് കേട്ടോ. എന്തായാലും പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അലോക് പറയും, വിട്ടേക്കാനോ? അതൊന്നും പറ്റില്ല കൊച്ചച്ച, കൊച്ചച്ഛന് വേണ്ടി ഞങ്ങൾ പകരം ചോദിക്കും എന്ന് അലോക് പറയാണ് കേട്ടോ. അപ്പൊ അച്യുതൻ പറയും, അതെ അലോക് പറയുന്നതാ ശരി, കൊച്ചച്ഛന് ചോദിക്കാനും പറയാനും ഒക്കെ ആരുമില്ലെന്നോ ഒരുത്തനും വിചാരിക്കണ്ട എന്ന് അനുവിനെ നോക്കിക്കൊണ്ട് അലോക് പറയാ. അതേടാ, നീ ഞങ്ങളുടെ ചോരയാ. നീ ആ ബാലനോട് പറഞ്ഞില്ലേ നിന്റെ മനസ്സിൽ മുറിവേറ്റൂന്ന്, അത് ഞങ്ങൾക്ക് കൊണ്ടടാ. നിനക്ക് മാത്രമല്ല ഞങ്ങൾക്കും മുറിവേറ്റിരിക്കുക. ഞങ്ങളെയും കൂടി ചേർത്ത ആ ബാലൻ അപമാനിച്ചിരിക്കുന്നത്. ഇത് വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒന്നും വേണ്ടേട്ടാ, പ്ലീസ് ഇതിൻ്റെ പിന്നാലെ പോകണ്ട. പിന്നെ ഒരു കാര്യം കൂടി, സുകന്യയും മേടത്തെയും വരുമ്പം നടന്ന കാര്യങ്ങളൊന്നും അവളോട് പറയരുത്. സുകന്യ ചുമ്മാ ബഹളം ഉണ്ടാക്കും. ബഹളം ഉണ്ടാക്കണമല്ലോ, അവളുടെ ഭർത്താവിനെ അപമാനിച്ച അവൾ ചോദിക്കണം. ഞങ്ങൾ എല്ലാവരും അവളുടെ കൂടെ ഉണ്ടാകും എന്ന് പറയാം. അച്യുതാ, ദേ കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർത്തില്ലേ? അവൻ്റെ ദേഷ്യവും സങ്കടവും ഒക്കെ കഴിഞ്ഞു. ഇനി അത് വിട്ടേക്ക്. ഏട്ടൻ എന്താ ആകെ ഒരു തണുത്ത മട്ട എന്ന് ചോദിക്കുക. സന്യാസി പോലെയൊക്കെ സംസാരിക്കുന്നത്, അവൻ നമ്മളോട് കാണിച്ചിട്ടുള്ളതൊക്കെ ഏട്ടൻ ഇത്ര വേഗം മറന്നോ എന്ന് ധർമ്മൻ അനന്തനോട് ചോദിക്കുകയാണ് കേട്ടോ. എന്താ ഏട്ടാ, പഴയ ദേഷ്യമൊക്കെ ഏട്ടൻ്റെ മനസ്സിൽ നിന്ന് അങ്ങ് പോയോ? ഞാൻ ഒന്നും മറന്നിട്ടില്ല, അതൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇപ്പോഴത്തെ കാര്യമാണ് നിന്നോട് പറഞ്ഞത്. ഒന്നാമത് ആ വീട്ടിൽ ഒരു കുട്ടി ഇവിടെയുണ്ട്, അത് നമ്മൾ ഓർക്കണം എന്ന് അനുശ്രീ ചൂട്ടിക്കൊണ്ട് പറയാണ് കേട്ടോ. അപ്പം ഇന്ദിരമ്മ അനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. പാവം, അവളെല്ലാം കണ്ട് ആകെ വിഷമിച്ചിരിക്കുക. ആനന്ദൻ പറഞ്ഞ പോലെ അനുശ്രീക്ക് സങ്കടം വരുന്ന ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്യണ്ട. അലോക് പറയും, അത് ഇവിടെ ഇതൊരു പൊതു പ്രശ്നമാണ്, ആരുടെ സങ്കടം നോക്കി പറയാനുള്ളത് പറയാതിരിക്കാനൊന്നും ഇവിടെ പറ്റത്തില്ല എന്ന് അലോക് തീർത്തു പറയാണ്. ഞാൻ പറയും എന്ന് പറയാ. ചെയ്യാനുള്ളത് ചെയ്യുക തന്നെ വേണം, അല്ലാതെ തണുത്ത മട്ടിലിങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. കൊച്ചച്ഛനെ ഇത്രയധികം വേദനിപ്പിച്ച് വെറുതെ വിടാൻ പാടില്ല. ആ ദേവമംഗലത്തുകാർ ചെയ്തു കൂട്ടിയതിനുള്ള തിരിച്ചടികളാ അവർക്കിപ്പോൾ കിട്ടി തുടങ്ങിയിരിക്കുന്നത് എന്ന് രാജശ്രീ അപ്പം പറയാ. കുറച്ച് അനുഭവിക്കുക തന്നെ വേണം, അത്രയേറെ അവർ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പം അനുശ്രീക്ക് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുക. മോളെ അനു, നീ ഇപ്പം കൃഷ്ണമംഗലത്തുകാരിയാ, നിന്റെ മനസ്സിലും ആ ഒരു ചിന്ത വേണം എന്ന് രാജശ്രീ അനുവിനോട് പറയാണ് കേട്ടോ. അതെ അതെ, ആരായാലും ഇവിടെ നിൽക്കുമ്പം ഇവിടുത്തെ കാര്യമായി തന്നെ നിൽക്കണം എന്ന് അച്യുതനും അനുവിനോട് പറയാം. ആ അനന്തേട്ടാ, ഇവനെ പുറത്താക്കാൻ വേണ്ടിയാകും ആ പണം നഷ്ടപ്പെട്ട കഥ ബാലൻ ഉണ്ടാക്കിയത് എന്ന് അച്യുതൻ പറയാം. അതിന് ആ ഗോമതിയും ദേവിയും കൂട്ടു നിന്ന് കാണും. ഏയ്, ദേവി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് ധർമ്മനപ്പം പറയും. അവളൊരു നല്ല കുട്ടിയാ, അവളെപ്പറ്റി അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത് എന്ന് നമ്മുടെ ധർമ്മൻ തിരുത്തി കൊടുക്കണം കേട്ടോ. ദേ ഈ പ്രശ്നം ഇപ്പം ഇവിടെ നിർത്താം എന്ന് അനന്തൻ പറയാം. ഏട്ടൻ എന്താ ഒരു താല്പര്യമില്ലാത്ത പോലെ എന്ന് അനന്തനോട് അപ്പം അച്യുതൻ വീണ്ടും ചോദിക്കണം കേട്ടോ. ഓ, ഇപ്പം മനസ്സിലായി, മരുമകൻ്റെ വീട്ടുകാരെ വേദനിപ്പിക്കണ്ടെന്നാണോ? ദേ അച്യുത, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കണ്ട. ദേ ഏട്ടാ, എൻ്റെ പേരിൽ നിങ്ങൾ ആരും വെറുതെ തർക്കിക്കണ്ട. ഇവൻ്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കണ്ടേ ഏട്ടാ? ഇവനൊരു തൊഴിലുണ്ടാക്കി കൊടുക്കണ്ടേ? ഇവൻ നമ്മുടെ കമ്പനി വരട്ടെ എന്ന് അനന്തം പറയും. ദേ, നമ്മുടെ കമ്പനിയിൽ ഒന്നാമതേ സ്റ്റാഫിൻ്റെ എണ്ണം കൂടുതലാണ്, ഇവന് നമുക്ക് നല്ല ഒന്നാമതൊരു സ്ഥാപനം ഇട്ട് കൊടുക്കാം എന്ന് അച്യുതൻ പറയും. സ്ഥാപനമോ? സ്വന്തമായിട്ടൊരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ നീ എന്താ ഉദ്ദേശിക്കുന്നേ എന്ന് അനന്തനപ്പം അച്യുതനോട് ചോദിക്കും. ആ വരട്ടെ, ഞാൻ വിശദമായി പറയാം. ഞാൻ ചിലതൊക്കെ മനസ്സിൽ കാണുന്നുണ്ട്. അല്ല, അമ്മ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? അമ്മയും അമ്മയുടെ അഭിപ്രായം പറയാം എന്ന് പറയാം. മുൻപ് വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാകുമ്പോൾ എൻ്റെ മനസ്സ് ദേവമംഗലത്തുകാരുടെ ഭാഗത്തായിരുന്നു. സത്യം അവരോടൊപ്പം ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഈ വിഷയത്തിൽ ബാലനും ഗോമതിയും തന്നെയാണ് തെറ്റുകാരെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ധർമ്മനെ കള്ളനാക്കിയവർക്ക് മാപ്പ് കൊടുക്കാൻ എനിക്ക് സാധിക്കില്ല. എനിക്കതിന് ബുദ്ധിമുട്ടും ഉണ്ട്. എൻ്റെ ധർമ്മനോട് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവരനുഭവിക്കണം എന്ന് പറയാം. അത് കേൾക്കുന്ന അനുശ്രീക്ക് ഒരുപാട് സങ്കടമാവുക. അമ്മമ്മേ എന്താ ഈ പറയുന്നതെന്ന് ചോദിക്കുക. അപ്പം അനുശ്രീയുടെ വാക്കുകൾ കേൾക്കാതെ ഇന്ദിരമ്മ അകത്തേക്ക് കയറി പോവുക. ഇതൊക്കെ കാണുന്ന അലോകിനും അച്യുതനും രാജശ്രീക്കും ഒരുപാട് സന്തോഷമാവുക. ഗോള് തങ്ങളുടെ വഴിക്ക് വന്നിട്ടുണ്ട്, ഇതൊന്നും ഉപയോഗപ്പെടുത്തണമെന്ന് തന്നെ അവർ മനസ്സിൽ കാണുകയാണ് കേട്ടോ.
എല്ലാവരും അകത്തേക്ക് പോയി കഴിയുമ്പോൾ ധർമ്മൻ്റെ അടുത്തേക്ക് അനുശ്രീ ചെല്ലുക. എന്നിട്ട് പറയും, മാമ ഈ പ്രശ്നം ഇത്രയ്ക്ക് വഷളാക്കേണ്ടതുണ്ടായിരുന്നോ? അച്ഛനും അമ്മയും ഇങ്ങോട്ട് വന്ന് മാപ്പ് പറഞ്ഞതല്ലേ, മാമന് ഒന്ന് ക്ഷമിച്ചൂടായിരുന്നോ എന്ന് ചോദിക്കുക. കള്ളനെന്ന് വിളിച്ചിട്ട് ക്ഷമിക്കാനോ? പറ്റില്ല മോളെ, ഇനി ഒരിക്കലും അവരോട് ക്ഷമിക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് ധർമ്മം കയറി പോവുക. മാമ എന്താ ഇത് എന്നും പറഞ്ഞ് അനുശ്രീ അവിടെ നിൽക്കുകയാണ് കേട്ടോ. കാര്യങ്ങളൊക്കെ തൻ്റെ കൈവിട്ട് പോയിരിക്കുന്നെന്ന് അനുശ്രീക്ക് ബോധ്യപ്പെടുകയാണ്. തൻ്റെ അച്ഛനും അമ്മയും മാമനെ അറിഞ്ഞുകൊണ്ട് കള്ളനാക്കുമോ എന്നൊരു ചിന്ത അനുവിൻ്റെ മനസ്സിലേക്ക് വരിക. ഇതേ സമയം ബാലൻ വീട്ടിൽ ചെന്ന് എല്ലാവരോടും ദേഷ്യപ്പെടുകയാണ്. ഇപ്പം എല്ലാവർക്കും സമാധാനമായല്ലോ അല്ലേ എന്ന് ചോദിക്കുക. എന്താ ഇന്നലെ പറഞ്ഞേ? നേരിട്ട് ചെന്ന് വിളിച്ചാൽ അവൻ അപ്പോഴേ ഇങ്ങോട്ട് ഇറങ്ങി വരുമെന്നല്ലേ? വന്നോ? അവൻ വന്നില്ലല്ലോ എന്ന് ചോദിക്കുക. അവൻ വന്നോ? ഗോമതി നിനക്കല്ലായിരുന്നോ നിർബന്ധം അവനെ പോയി വിളിക്കാഞ്ഞിട്ട് എന്ന് ചോദിക്കുക. കൃഷ്ണമംഗലത്തുകാരുടെ മുന്നിൽ ആദ്യമായിട്ട് തോറ്റത് ഞാൻ ഇന്ന എന്ന് പറയാം. ആരിനും ആകാശും അവർക്ക് ഇഷ്ടപ്പെട്ട കല്യാണം നടത്തിയപ്പോഴോ അനുശ്രീ കൃഷ്ണമംഗലത്തേക്ക് പോയപ്പോഴോ ഒന്നുമല്ല ഞാൻ തോറ്റുപോയത്. ഇന്ന് ഞാൻ ശരിക്കും വീണുപോയത് എന്ന് ബാലൻ പറയുവാണ് കേട്ടോ. അപ്പോൾ ആരും ഒന്നും മറുപടി പറയാതെ നിൽക്കുക. ഞാൻ വളർത്തി വലുതാക്കിയവൻ ശത്രുക്കളുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചപ്പോഴാണ് ഞാൻ തോറ്റുപോയത് എന്ന് പറയാണ് കേട്ടോ. ബാലനോട് എന്തു പറയണമെന്നറിയാതെ എല്ലാവരും നിൽക്കുക. ദേ എല്ലാം കണ്ട് ആസ്വദിച്ച് ആ അച്യുതവർമ്മയും മറ്റും അവിടെ നിന്നില്ലേ എന്ന് പറയാം. എന്ത് പറയണമെന്നറിയാതെ മിത്ര ആര്യനെ നോക്കുക. ആ കാഴ്ച ഞാൻ മരിക്കുന്നത് വരെ എൻ്റെ കണ്ണിൽ നിന്ന് മായില്ല എന്ന് പറയാം. അവൻ്റെ മനസ്സ് ഇത്ര വേദനിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ബാലേട്ട എന്ന് ഗോമതി പറയാം. അറിയാൻ വയ്യെങ്കിലേ മിണ്ടാതിരിക്കണം. എന്തിനാ മാപ്പ് പറയാൻ എന്നെ നിർബന്ധിച്ചേ എന്ന് ചോദിക്കാം. ഇപ്പം എല്ലാവരുടെ മുന്നിൽ ഞാൻ നാണം കെട്ടി നിൽക്കുന്നു. ദേ വലിയ ധർമ്മമാമൻ നിങ്ങളെ ഉപദേശിക്കുന്ന കണ്ടല്ലോ, കള്ളൻ്റെ അനന്തരവനാകരുതെന്ന്. ദേ അതൊക്കെ എൻ്റെ നേർക്കുള്ള ആക്ഷേപങ്ങളാ. അതൊക്കെ മനസ്സിലാക്കാതിരിക്കാൻ മാത്രം പൊട്ടനൊന്നും അല്ല ഈ ബാലൻ എന്ന് പറയാം. ഭൂമി പിളർന്ന് താഴെ പോയിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിച്ച ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ എങ്കിൽ പോലും എനിക്ക് ഇത്ര അപമാനം ഉണ്ടാകില്ലായിരുന്നു. ഇടയ്ക്ക് വിചാരിച്ചു അവൻ്റെ ചെകിട്ടത്തൊന്ന് പൊട്ടിച്ചാലോ എന്ന്, പിന്നെ വേണ്ടെന്ന് വെച്ചിട്ടാ എന്ന് പറയാം. പിന്നെ ചിന്തിച്ചു, അവനെ അടിച്ചാലേ പിന്നെ അവൻ തിരിച്ചടിച്ചാലോ എന്ന് കരുതി. അതെനിക്ക് അതിലും വലിയ അപമാനമായി മാറൂലോ എന്ന് ബാലൻ പറയാണ് കേട്ടോ. നിമിഷം എനിക്കങ്ങ് മരിച്ചാലോ എന്ന് വരെ തോന്നിപ്പോയി. ആ കൃഷ്ണമംഗലത്തുകാരുടെ മുന്നിൽ അത്രയേറെ അപമാനിക്കപ്പെട്ടല്ലേ ഞാൻ നിന്നത്. പക്ഷേ എന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവരെ പറ്റി ഞാൻ ചിന്തിച്ചു. പിന്നെ ഗോമതി സ്റ്റോറിനെയും പറ്റി ചിന്തിച്ചു. അതുകൊണ്ടാണ് ഈ ബാലൻ ഈ നിമിഷവും ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പറയണം കേട്ടോ. അപ്പോൾ ആകാശ് പറയും, അച്ഛനെ അപമാനിക്കാൻ വേണ്ടിയിട്ടല്ല മാമനത് പറഞ്ഞത്. ഇപ്പം പോലും അച്ഛന് മാമൻ്റെ ഭാഗത്തെ ന്യായം മനസ്സിലാകുന്നില്ല എന്ന് പറയാം. മാമനെ മറ്റാരെന്തു പറഞ്ഞാലും മാമനത് സഹിക്കുമായിരുന്നു. പക്ഷേ അച്ഛൻ പറഞ്ഞത് അത് മാമന് സഹിക്കാൻ സാധിച്ചില്ല. നീ നിർത്തടാ, ഞാൻ എന്താ അവനോട് പറഞ്ഞത്? ഞാൻ എപ്പോഴും അവൻ കള്ളനാണെന്ന് ഞാൻ പറഞ്ഞോ എന്ന് ചോദിക്കുക. അവൻ കാശ് കട്ടെടുത്തെന്ന് ഞാൻ പറഞ്ഞോ? അപ്പം ആകാശ് പറയും, അതങ്ങനെ നേരിട്ട് പറയണ്ടല്ലോ, സംശയിച്ച് ഒരു ചോദ്യം മതി, അർത്ഥം എല്ലാവർക്കും മനസ്സിലാകുമല്ലോ എന്ന് ചോദിക്കുക. അത് ശരി, എല്ലാവരും അപ്പം അവൻ്റെ ഭാഗത്താണല്ലേ? അങ്കിളെ എന്നും പറഞ്ഞ് മിത്രപ്പ വിളിക്കും. വേണ്ട, എനിക്കറിയാം, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അല്ലെങ്കിലും എവിടെയും ഒറ്റപ്പെട്ടു പോകാനാ എൻ്റെ വിധി. എന്നെ മനസ്സിലാക്കാൻ ഈ ലോകത്ത് ആരുമില്ല. ഭാര്യയ്ക്കും മക്കൾക്കും പോലും എന്നെ മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞ് ബാലൻ അവിടെ നിന്ന് കരയുവാണ് കേട്ടോ. എൻ്റെ കൂടെയുള്ളവർ പോലും എന്നെ മനസ്സിലാക്കുന്നില്ല. എൻ്റെ കൂടെയുള്ളവർ ഒരിക്കലും എന്നെ ഒറ്റയ്ക്കാക്കി പോകില്ല എന്ന് ഞാൻ വിചാരിച്ചു. വേണ്ട, ആരും ഇനി ഒന്നും പറയണ്ട, എനിക്ക് ആരും വേണ്ട. അല്ലെങ്കിലും ഈ ബാലൻ എന്നും ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ കോമതി അടുത്തേക്ക് ചെല്ലും. ബാലേട്ടാ അതെ എന്ന് പറഞ്ഞ് വിളിക്കും. നീയും പൊയ്ക്കോ. നിന്റെ അനിയനും പോയില്ലേ, നീയും പൊയ്ക്കോ പിന്നാലെ. എടാ ഇവരെയും കൂട്ടിക്കൊണ്ട് പൊയ്ക്കോ. നിങ്ങൾ ആരും ഇവിടെ നിൽക്കണ്ട, ഈ ബാലൻ്റെ വീട്ടിലെ ആരും നിൽക്കണ്ട എന്ന് പറയാം. പിന്നെ വിളിച്ച് ദേവിയോടും ആനന്ദനോടും പറ കൃഷ്ണമംഗലത്തേക്ക് വന്നാൽ മതിയെന്ന്, ഇവിടെ ആരും നിൽക്കണ്ട എന്ന് പറയാം. അത് കേൾക്കുമ്പോഴത്തേക്കും മീനു പറയും, അച്ഛാ ഞങ്ങൾ ഇവിടെ നിന്ന് എങ്ങോട്ട് പോകാനാ? ഇതാ ഞങ്ങളുടെ വീട്. അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ബാലനാണെങ്കിൽ ആകെ തളർന്ന് അങ്ങനെ ഇരിക്കുകയാണേ. അച്ഛ പോയവരൊക്കെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുള്ളൂ. അച്ഛനെ അനുഭവിച്ച അപമാനവും അച്ഛൻ്റെ വിഷമവും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് മീനു പറയാം. ഇല്ല മീനു, ആർക്കും മനസ്സിലാകില്ല. എൻ്റെ വിഷമം മനസ്സിലാകണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കണം. ഈ വീട്ടിൽ ആർക്കും എന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എന്നെ ആർക്കും അറിഞ്ഞുകൂടാ എന്നും പറഞ്ഞ് ബാലൻ കരയുക. അതുകൊണ്ട് വേണ്ട മീനു, വെറും വാക്ക് പറയണ്ട. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോന്നും പറയണ്ട. അപ്പോൾ ആരും ചോദിക്കും, ഞങ്ങൾ പറയുന്ന
പറയുന്നത് വെറും വാക്കാണെന്ന് അച്ഛന് തോന്നുന്നുണ്ടെങ്കിൽ അച്ഛന് ഞങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, അത്ര തന്നെ. അച്ഛൻ ഞാൻ പറയുന്നതൊന്ന് സമാധാനത്തോടെ കേൾക്ക് എന്ന് ആര്യം പറയാ. അച്ഛൻ ഇന്നലെ പറഞ്ഞത് അബദ്ധം തന്നെയാ, പക്ഷേ ഇന്ന് അച്ഛൻ അതിന് ക്ഷമ പറഞ്ഞു. അതോടുകൂടി ആ തെറ്റിൻ്റെ അവസാനിച്ചു. മാമൻ ഉറപ്പായിട്ടും വരായിരുന്നു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഒറ്റയ്ക്ക് പറയാമായിരുന്നു. അത് മാമൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് തന്നെയാ. അമ്മേ, ഇനി മാമനെ വിളിക്കുന്ന കാര്യം തൽക്കാലം നമുക്കങ്ങ് മറക്കാം എന്ന് പറയാം. തൽക്കാലമല്ല, എന്നേക്കുമായിട്ടും തന്നെ മറക്കാം. ഇനി ഒരിക്കലും അവൻ ഈ വീട്ടിലേക്ക് വരണ്ട. ബാലേട്ട എന്ന് പറഞ്ഞ് ഗോമതി അപ്പം വിളിക്കൂട്ടോ. അച്ഛൻ ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞ് ആകാശ് പറയാൻ തുടങ്ങുമ്പോൾ മീന് തടയും കേട്ടോ. എന്നിട്ട് ബാലൻ അവിടെ നിന്ന് അങ്ങോട്ട് പോവാം. എന്ത് ചെയ്യണമെന്നറിയാതെ ഗോമതി എല്ലാവരെയും പരസ്പരം നോക്കുവാണ് കേട്ടോ. സമയം അനുശ്രീയാണെങ്കിൽ അവളുടെ മുറിയിലാകെ വിഷമിച്ചിരിക്കുക. അത് കാണുന്ന അലോക് അടുത്തേക്ക് ചെല്ലുവാണ്. ഹോ, സന്തോഷിക്കാനായിട്ട് ദൈവം എനിക്ക് ഓരോരോ അവസരങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി തരുമ്പം അത് വേണ്ടെന്ന് വെക്കുന്നത് എങ്ങനെയാ? എൻ്റെ പൊന്നോ, ദൈവമായിട്ട് എത്ര അവസരങ്ങളാ തരുന്നത്. ഹാവൂ, എനിക്ക് വളരെ സന്തോഷമായി. നീ കണ്ടത് തന്നെയാ. എന്നാലും ഒരിക്കൽ കൂടി അതൊന്ന് ഓർത്ത് പറയുമ്പോൾ ആഹാ, ഒരു തരം സുഖം, ഒരു സന്തോഷം, ഒരു സംതൃപ്തി അതാ ഞാൻ അനുഭവിക്കുന്നുണ്ട്. എടി അനുശ്രീ, നിനക്കറിയില്ലേ അപ്പുറത്തെ വീട്ടിലെ ആ ഉടായിപ്പ് കക്ഷി, ആ മീശയും താടിയൊക്കെ വളർത്തിയ ഒരു കച്ചറ ബൈക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പുള്ളി, ആ പേരെന്നതായിരുന്നു? ആ ഗോമതി സ്റ്റോർ ബാലൻ. ആ അയാളെ, ആ കളവനുണ്ടല്ലോ, അയാളെ എൻ്റെ കൊച്ചച്ഛൻ ചവിട്ടി തേച്ചങ്ങ് ഭിത്തിയിലൊട്ടിച്ചു. ഭൂലോക പരാക്രമി അയാള്. പക്ഷെ പൊളിച്ച് കയ്യിൽ കൊടുത്തില്ലേ, കാല് പിടിക്കാൻ വന്നതാ, നാണം കെട്ടുപോയി. കൊച്ചച്ഛൻ കാലുമടക്കി അടച്ചില്ലെന്നേ ഉള്ളൂ. ഞാൻ കരുതിയതേ ഈ ബാലംപിള്ള വലിയൊരു ആറ്റം ബോംബായിരിക്കുമെന്നാ. പക്ഷെ വെറുതെയാ. ആളൊരു അണുകുണ്ട എന്ന് പറയാ. ദേ അലോകെ, സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ എൻ്റെ തനി സ്വഭാവം നീ അറിയും. നീ ഇന്നലെ മുതൽ തുടങ്ങിയതാ. എന്നെ നീ ആക്ഷേപിച്ചോ, പക്ഷേ എൻ്റെ അച്ഛനെയും അമ്മയും വീട്ടുകാരെ നീയൊന്നും പറയരുത്. എടി, ഞാൻ നിൻ്റെ അച്ഛനെ കുറ്റപ്പെടുത്തി പറഞ്ഞോ? അച്ഛൻ്റെ കുറവുകൾ പറഞ്ഞോ? ഇല്ലല്ലോ, ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത്. നീയും കൂടി കണ്ട കാര്യങ്ങളാണല്ലോ ഞാൻ പറഞ്ഞത്. ഈ പഴയ കാരണവന്മാർ പറയാറുണ്ടല്ലോ, ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യങ്ങൾ. സത്യം ഇത്രയേ ഉള്ളൂ. പുലിയെപ്പോലെ വന്നു, എലിയെപ്പോലെ പോയി. നിൻ്റെ അച്ഛന് ഇത് ആവശ്യമാണ്. എന്തായാലും കട മുതലാളിയുടെ കച്ചവടം പൂട്ടി കയ്യിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. അപ്പോഴത്തേക്കും അനു ആണെങ്കിൽ അലോകൻ്റെ ബനിയന് കുത്തിപ്പിടിക്കും. എൻ്റെ അച്ഛനെ പറയാൻ നിനക്ക് എന്ത് യോഗ്യതയാടി ഉള്ളത് എന്ന് ചോദിക്കുക. വിടടി അനുശ്രീ, വിടാനല്ലടാ പറഞ്ഞത് എന്ന് ചോദിക്കാം. അപ്പോഴത്തേക്കും അനു ആണെ അവനെ തൂക്കിയെടുത്ത് അങ്ങോട്ട് എറിയും കേട്ടോ. ദേ, നിന്നോട് ഒരിക്കൽ ഞാൻ പറഞ്ഞു, ആവശ്യമില്ലാതെ എന്നെ പ്രകോപിപ്പിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിന്റെ ദേഹം വേദനിപ്പിക്കാൻ എനിക്ക് അറിയാമെന്ന് എന്ന് പറയാം. അപ്പം അലോകാണെ നൈസായിട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അനു അലോകിനെ പിടിച്ച് വീണ്ടും തലങ്ങും വിലങ്ങും തല്ലുവാണ് കേട്ടോ. ദേ, ഇനി നീ എൻ്റെ അച്ഛനെയോ അമ്മയോ ഏട്ടന്മാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും നിനക്കുള്ള ശിക്ഷ. ഗോമതി സ്റ്റോർ ബാലൻ്റെ കാല് കഴുകിയ വെള്ളം കുടിക്കാനുള്ള മഹത്വം പോലും നിനക്കൊന്നും ഇല്ലടാ. എൻ്റെ അച്ഛൻ ഒരാളുടെ ക്ഷമ ചോദിക്കുകയോ കാല് പിടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാടാ എൻ്റെ അച്ഛൻ്റെ മഹത്വം. ക്ഷമ പറയാൻ കഴിവുള്ളവർ ഭീരുക്കളല്ലടാ, ധീരന്മാരാ. എൻ്റെ അച്ഛൻ ധീരനാടാ. മാമനോട് അപ്പോൾ ചെയ്തത് തെറ്റാണെന്ന് തോന്നി എൻ്റെ അച്ഛൻ ക്ഷമ. അനുവിൻ്റെ പിടുത്തത്തിൽ അലോകാണെങ്കിൽ കിടന്ന് കാറി കൂവാണ് കേട്ടോ, ആന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന ധർമ്മൻ അച്ഛനോട് ചോദിക്കും, അലോക് പാട്ട് പാടുക ഏട്ടാ? ഇവൻ ഇത്ര നന്നായിട്ട് പാടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ. ബാ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞ് തിടുക്കപ്പെട്ട അച്യുതൻ ഏൽക്കുവാണ് കേട്ടോ. ഒന്ന് പോയേട്ടാ, പിള്ളേർ അവിടെ കിടന്ന് സന്തോഷിക്കട്ടെ. ഏട്ടൻ ഇതെന്താ ഇങ്ങനെ? ദേ, ഇപ്പം നമ്മൾ കയറി ചെന്നില്ലെങ്കിലേ അവൻ്റെ എല്ല് പോലും ബാക്കി വെച്ചേക്കില്ല അവള് എന്ന് പറയാ. നീ വന്നേ എന്ന് പറഞ്ഞ് അച്യുതൻ ധർമ്മനെ വിളിച്ചുകൊണ്ട് പോവാ. എടാ, ഇനി നീ എൻ്റെ അച്ഛനെ ആക്ഷേപിക്കോടാ എന്ന് കഴുത്തിന് കുത്തിപ്പിടിച്ചോട് ചോദിക്കും. പറ, ഇല്ല ആക്ഷേപിക്കില്ല എന്ന് അപ്പം പറയൂ കേട്ടോ അലോകെ എന്നും പറഞ്ഞ് അച്യുതൻ വാതിൽ മുട്ടുക. അപ്പോഴത്തേക്കും അനു ആണെങ്കിൽ അലോകിനെ വിടും. എന്നിട്ട് പോയി വാതിൽ തുറക്കും. എന്താ എന്ന് ചോദിക്കുക. എന്താ ഇവിടെ പ്രശ്നം? എന്താ ഒരു ഒച്ച കേട്ടതെന്ന് ചോദിക്കുക. അയ്യോ അങ്കിളെ, അത് അലോക് ഒരു പാട്ട് പാടിയതല്ലേ എന്ന് പറയാം. അപ്പം ധർമ്മം പറയും, കേട്ടോ ഞാൻ പറഞ്ഞതല്ലേ പാട്ട് പാടിയതാണെന്ന്. അല്ല, നീ എന്താണ് ചുമയ്ക്കുന്നത് എന്ന് ചോദിക്കുക. ജലദോഷം എന്ന് അനുശ്രീ പറയാം. ഇന്നലെ നല്ല ചൂടായിരുന്നില്ലേ, എ സി ഇല്ലാതെ കിടന്നത്, ചൂടും വിയർപ്പും ഒക്കെ തലയിൽ പിടിച്ചു, അതുകൊണ്ടാ എന്ന് പറയാം. സാരമില്ല, മാറിക്കോളും എന്ന് അനു പ്രണയത്തോടു കൂടി പറയാം. ഞാനൊരു മരുന്ന് കൊടുത്തിട്ടുണ്ട്. അവൻ്റെ ഒരു നാണം കണ്ടില്ലേ ഏട്ടാ? അവൻ പാടിക്കോട്ടെന്നാ. എടാ, നീ പാടിക്കോ, നല്ല പാട്ടാ. അല്ല, നീ
ഏത് പാട്ടാ പാടിയത്? എനിക്ക് പാട്ടൊക്കെ മനസ്സിലായില്ല എന്ന് ധർമ്മം പറയാ. അതോ കണ്ണുനീർ പൂവിൻ്റെയാ പാടിയത് ചെറിയച്ച എന്ന് പറയാ. എടാ ധർമ്മ നീ ഇങ്ങ് വന്നേ എന്നും പറഞ്ഞ് അച്യുതൻ ധർമ്മനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാ. അല്ലളിയ ഇത് ഏത് പാട്ടാ ഇവനീ പറഞ്ഞത്? അതൊക്കെ ഞാൻ പറഞ്ഞു തരാം, നീ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് കൊണ്ടുപോവാണേ. അവർ പോയതിന് ശേഷം വാതിൽ അടച്ചിട്ട് അനുശ്രീ പറയും, പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ, മര്യാദയ്ക്ക് നിന്ന നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ നിന്നെ ജീവനങ്ങ് ഞാൻ എടുക്കും എന്ന് പറയാം. ഇതേ സമയം നമ്മുടെ മിത്രയാണെങ്കിൽ ദേവമംഗലത്ത് ആകെ സങ്കടപ്പെട്ടിരുന്ന് പച്ചക്കറിയൊക്കെ അരിയാം. ചേച്ചി ധർമ്മം കൊച്ചച്ഛനെ ഇനി ഇങ്ങോട്ട് പ്രതീക്ഷിക്കേണ്ട എന്ന് പറയാം. ഇവിടെ ആയുള്ള സകല ബന്ധങ്ങളും കൊച്ചച്ഛൻ അവസാനിപ്പിച്ചതായിട്ടാണ് തോന്നുന്നത്. അല്ല ഇനി അഥവാ മാമൻ ഇങ്ങോട്ട് വന്നാൽ തന്നെ അച്ഛൻ കയറ്റാനും പോകുന്നില്ല എന്ന് മീനു അപ്പം പറയാം. ഒന്നും പിടികിട്ടുന്നില്ല, എന്തൊക്കെയാ സംഭവിക്കുന്നത്? മാമൻ്റെ മനസ്സ് അത്രയങ്ങ് വേദനിച്ചുകൊണ്ടാണോ, അതോ അവിടെ എല്ലാവരും കൂടി മനസ്സ് മാറ്റിയതാകുമോ? എന്താണെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാ ഇത്രയൊക്കെ പറഞ്ഞത്? അശോ ധർമ്മം കൊച്ചിനോട് ഒറ്റയ്ക്ക് സംസാരിച്ചാൽ മതിയായിരുന്നു, കാര്യങ്ങൾ ഇത്രയ്ക്ക് അങ്ങോട്ട് കൈവിട്ട് പോകില്ലായിരുന്നു എന്ന് മിത്ര പറയാ. ആ അത് ശരിയാ എന്ന് പറയാൻ കേട്ടോ. അപ്പം ഇതും കേട്ടുകൊണ്ട് ബാലൻ അവിടെ നിൽക്കുകയാണേ. മിത്ര ഇതേ അച്ഛൻ മിണ്ടാതിരിക്കുക എന്ന് പറയാം. അപ്പം ബാലനെ കാണുമ്പം അവർ രണ്ടുപേരും എഴുന്നേൽക്കുകയാണേ. അപ്പം ബാലൻ അവരുടെ അടുത്തേക്ക് ചെല്ലുക. എന്താ മീനു നിന്ന് ഓഫീസിൽ പോകാനില്ലേ എന്ന് ചോദിക്കാം. ഇല്ല അച്ഛാ ഇന്ന് എനിക്ക് പോകണ്ടായിരുന്നു എന്ന് മീനു അപ്പം മറുപടി പറയാം. ഇവിടുത്തെ പ്രശ്നങ്ങളും ബഹളങ്ങളും ഒക്കെ കണ്ട് നിങ്ങൾ പേടിച്ചു പോയല്ലേ എന്ന് അവരോട് ചോദിക്കാം. പേടിച്ചിട്ടല്ലങ്ങളെ എന്ന് മിത്ര പറയാം. അങ്കിളിൻ്റെ പ്രയാസം കണ്ടപ്പം വിഷമം വന്നു പോയി, അത്രേ ഉള്ളൂ എന്ന് മറുപടി പറയാം. വിഷമം നിങ്ങൾക്കല്ല എനിക്കാ എന്ന് പറയാം. എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാതെ പരസ്പരം നോക്കുകയാണ് കേട്ടോ. ഇതേ സമയം ബാലൻ്റെ സംസാരം കേട്ടുകൊണ്ട് ഗോമതി അങ്ങോട്ട് വരിക. കുറച്ച് നേരത്തെ വീട്ടിൽ നടന്ന തർക്കത്തിനിടയിൽ ഞാൻ നിങ്ങളെ ഒന്ന് വേദനിപ്പിച്ചു എന്ന് പറയാം. അതൊന്നും മനസ്സിൽ വെച്ചേക്കരുത് എന്ന് പറയാം. അയ്യോ അച്ഛൻ എന്താ ഈ പറയുന്നേ? അച്ഛൻ ഞങ്ങളെ വേദനിപ്പിച്ചെന്നോ? എപ്പോ എന്ന് മീനു ഒപ്പം ചോദിക്കാം. നിങ്ങൾ രണ്ടുപേരും ആകാശിൻ്റെ ആര്യൻ്റെ ഭാര്യമാരായി വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നെന്ന് അപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞാൻ ഉദാഹരണം പോലെ പറഞ്ഞു പോയതാ. നിങ്ങളെ മനഃപൂർവ്വം വേദനിപ്പിക്കണമെന്ന് കരുതി പറഞ്ഞതല്ല. അങ്കിൾ എന്താ ഈ പറയുന്നേ? ഞങ്ങൾ അതൊക്കെ തമാശയായിട്ടേ എടുത്തിട്ടുള്ളൂ എന്ന് മീനു അപ്പം മറുപടി പറയാം. അതൊന്നും ഓർത്ത് അങ്കിള് വേദനിക്കണ്ട. അതെ തമാശയായിട്ട് എടുക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല അത്. നിങ്ങൾ 3 പേരും ദേവിയും മിത്രയും മീനാക്ഷിയും ഈ വീടിൻ്റെ 3 വിളക്കുകളാ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ആ ഒരു അവസ്ഥയിൽ അറിയാതെ പറഞ്ഞു പോയതാ, ആരെ വേദനിപ്പിക്കണമെന്ന് കരുതിയിട്ടല്ല എന്ന് ബാലൻ അവരോട് പറയാം. അപ്പോൾ ഗോമതി ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്.